Assalamu alaikum. Hi my dears, how are you all? Are you fine there? We take a breakfast. Okay, can start the class with the dua. Rabbi yassir, wala tu'assir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. In the last class we started a new lesson. Name of the lesson is, what is the name of the lesson? Say. വർക്കിംഗ് വിത്ത് മെഷീൻസ് അല്ലേ. അതിൽ നമ്മൾ പഠിച്ചത് വർക്ക് ഈസ് ഡൺ നമ്മൾ പഠിച്ചു, അതായത് വർക്കിൻ്റെ സയൻറ്റിഫിക് മീനിങ് പഠിച്ചു. ദെൻ വി സ്റ്റാർട്ടഡ് അബൌട്ട് ടു സിമ്പിൾ മെഷീൻസ് അല്ലേ. അതിൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന പോർഷൻ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിമ്പിൾ മെഷീൻ ഈസ് സ്ക്രൂസ്. എന്താണ് സ്ക്രൂസ്? സ്ക്രൂ. നമുക്ക് സ്ക്രൂ എന്താണ്, കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും അല്ലേ, പക്ഷെ അതിൻ്റെ യൂസ് എന്താണ്, വളരെ വലുതാണ്. അതായത് വി ക്യാൻ ഹോൾഡ് തിങ്സ് ടുഗദർ ബൈ എ സ്ക്രൂ. അതായത് ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വോളിൽ ഹാങ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, സ്ക്രൂ യൂസ് ചെയ്യാം. അപ്പം എന്താണ് പേജ് നമ്പർ 115. ലിസൺ. A screw looks like a nail with grooves on it. അപ്പം എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് നെയിൽ തന്നെയാണ്, പക്ഷെ എന്താണ്, ഇറ്റ് ഹാസ് ഗ്രൂവ്സ് ഓൺ ഇറ്റ്. സ്ക്രൂ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ. കാണാത്തവർക്ക് 115 ആ പിക്ചറിൽ നോക്കിയാൽ കാണാം, സ്ക്രൂവിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്ക്രൂസ് ആർ യൂസ്ഡ് ടു ഹോൾഡ് തിങ്സ് ടുഗദർ അല്ലേ. Then for example in the picture observe a carpenter tightening the screw to fix the mirror on the wall. നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം ധാരാളം സ്ക്രൂസ് കാണാൻ പറ്റും. നമുക്ക് we can hold things together and we can hang എന്താണ് mirror on the wall. Here we can see a carpenter hanging a mirror on the wall with the help of a screw. അപ്പോൾ സ്ക്രൂ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിമ്പിൾ മെഷീൻ ഇസ് വെഡ്ജ്. എന്താണ് വെഡ്ജ്? എന്താണ് വെഡ്ജ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ പഠിച്ചായിരുന്നു. ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു പോർഷൻ എന്താണ്, ഒരു സ്ലോപ്പിംഗ് ഓർ സ്ലാൻഡിങ് പൊസിഷനിലായിരിക്കും. പക്ഷേ ദിസ് വെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ രണ്ട് എൻഡും എന്താണ്, സ്ലോപ്പിംഗ് ഓർ സ്ലാൻഡിങ് ആയിരിക്കും. ഈ ഒരു സൈഡും എന്താണ്, സ്ലോപ്പിംഗ് ഓർ സ്ലാൻഡിങ് പൊസിഷനിലായിരിക്കും. അതിൻ്റെ മീറ്റിംഗ് പോയിന്റ് എന്താണ്, വളരെ ഷാർപ്പും ആയിരിക്കും. ഓക്കെ, വെഡ്ജ് ഹാസ് two inclined planes joined at a point so that its wedge becomes sharp. അപ്പം ടു ഇൻക്ലൈൻഡ് പ്ലെയിൻസ് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡ് പോർഷൻ എന്താണ്, ഇറ്റ് ബിക്കം വെരി ഷാർപ്പ്, നല്ല മൂർച്ചയായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഐറ്റംസ് ഒക്കെ, അതായത് നമ്മുടെ വെജിറ്റബിൾസോ നമ്മുടെ ഫ്രൂട്ട്സോ ഒക്കെ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ വെഡ്ജ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നൈഫ് ആൻഡ് ബ്ലേഡ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് വെഡ്ജ്. ഇപ്പം എന്താണ്, നൈഫും പിന്നീട് എന്താണ് ബ്ലേഡും ഈ വെഡ്ജിന് എക്സാമ്പിളാണ്. അതായത് അതിൻ്റെ രണ്ട് സൈഡും എന്താണ്, ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. Wedge are used for pushing object apart or cutting an object into smaller pieces. Can you see an axe? Axe കണ്ടിട്ടുണ്ടോ എല്ലാവരും? അത് നമ്മൾ വിറക് വെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ കോടാലി എന്ന് പറയും അല്ലേ. അപ്പോൾ അതിൻ്റെ രണ്ട് പോർഷൻ എന്താണ്, ഇൻക്ലൈൻഡ് പ്ലെയിൻ പോലെയാണ്. അതായത് രണ്ട് പോർഷനും സ്ലാൻഡിങ് ഓർ സ്ലോപ്പിംഗ് ആയിരിക്കും. അതിൻ്റെ എഡ്ജ് എന്താണ്, വെരി ഷാർപ്പാണ്. സോ വി ക്യാൻ കട്ട് വുഡ് ഈസിലി ഇൻറ്റു സ്മോളർ പീസസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആക്സ്, ബ്ലേഡ്സ് ആൻഡ് നൈഫ്സ്. അപ്പോൾ വെഡ്ജ് എന്താണ്, ടു പോർഷൻസ് ആർ ഇൻക്ലൈൻഡ് പ്ലെയിൻസും ആൻഡ് ദേ മീറ്റ് അറ്റ് എ ഷാർപ്പ് എൻഡിങ് എഡ്ജ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെഡ്ജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ക്രൂസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നീട് നമ്മൾ ഫസ്റ്റ് പഠിച്ച സിമ്പിൾ മെഷീൻ ആയിരുന്നു എന്ത്, ഇൻക്ലൈൻഡ് പ്ലെയിൻ. അതായത് ലോഡൊക്കെ കയറ്റാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഇൻക്ലൈൻഡ് പ്ലെയിൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എന്താണ്, റാമ്പ് ആൻഡ് സ്ലൈഡ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, ദെൻ പുള്ളി. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിമ്പിൾ മെഷീൻ ഇസ് പുള്ളി. എന്താണ് പുള്ളി എന്ന് പറഞ്ഞാൽ, here you can see the picture of a pulley in your textbook page number 116. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. കപ്പ
പുപ്പി എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അപ്പം എന്താണ്, എ പുള്ളി ഈസ് മെയ്ഡ് യൂസിങ് എ വീൽ ആൻഡ് എ റോപ്പ്. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്തൊരു വീലും ഉണ്ട്. വീല് മാത്രം കൊണ്ട് അതിൻ്റെ യൂസ് ഉണ്ടാവുമോ? ഇല്ല, അതിനകത്തൊരു റോപ്പും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കണക്റ്റ് ചെയ്യണം. എ പുള്ളി ഈസ് യൂസ്ഡ് ഫോർ ലിഫ്റ്റിംഗ് ഓർ മൂവിങ് തിങ്സ് വിത്ത് ലെസ് എഫേർട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെരി ലെസ് എഫേർട്ടേ ഉള്ളൂ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഈസി ആയിട്ട് നടത്താൻ പറ്റും. നമുക്ക് മെയിനായിട്ട് ഈ പുള്ളി നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ കിണറിൽ നിന്ന് നമ്മൾ വെള്ളം വലിക്കാനായിട്ടാണ് ഈ പുള്ളി ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, എ പുള്ളി ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റിംഗ് ഓർ മൂവിങ് ഒബ്ജക്ട്സ് വിത്ത് ലെസ് എഫേർട്ട്. അപ്പോൾ അതായത് നമുക്ക് കിണറിൽ നിന്ന് നമുക്ക് വെള്ളം ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉയർത്തി എടുക്കാൻ പറ്റും. വി ക്യാൻ യൂസ് എ പുള്ളി ഫോർ വാട്ട്, ഫോർ ലിഫ്റ്റിംഗ് ഓർ മൂവിങ് തിങ്സ് വിത്ത് ലെസ് എഫേർട്ട്. എ പാർട്ട് ഓഫ് ദ റോപ്പ് ഈസ് വൂണ്ട് അറൗണ്ട് എ സ്മോൾ വീൽ വിച്ച് ഈസ് അറ്റാച്ച് ടു എ സപ്പോർട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ആ വീലുണ്ടല്ലോ, ആ വീലിനകത്ത് നമ്മൾ റോപ്പ് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ റോപ്പിൻ്റെ ഒരു എൻഡ് നമ്മളിവിടെ ഒരു സപ്പോർട്ട് വേണം. ആ എൻഡ് നമ്മൾ എന്ത് ചെയ്യണം, ഒരറ്റത്തൊരു കമ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്ത് അതിനെ ടൈറ്റൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, one end of the rope is attached to a load. When the other end of the rope is pulled, the wheels move and lift the load. അപ്പോൾ ഒരു എൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ കിണറിൻ്റെ നമ്മൾ ഏത് സാധനമാണോ നമ്മൾ വെള്ളം വലിക്കാൻ ഉപയോഗിക്കുന്ന തൊട്ടി ഇല്ലേ, അതിൻ്റെ ആ ബക്കറ്റിനകത്തോട്ട് നമുക്ക് ഒരെൻഡ് കണക്ട് ചെയ്താൽ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ റോപ്പിനെ വലിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വെള്ളം കോരിയെടുക്കാം. ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് എ പുള്ളി. എ പുള്ളി ഈസ് മെയ്ഡ് യൂസിങ് എ വീൽ ആൻഡ് എ റോപ്പ്. എ പുള്ളി ഈസ് യൂസ്ഡ് ഫോർ ലിഫ്റ്റിംഗ് ഓർ മൂവിങ് തിങ്സ് വിത്ത് ലെസ് എഫേർട്ട്. എ പാർട്ട് ഓഫ് ദ റോപ്പ് ഈസ് വൂണ്ട് അറൗണ്ട് എ സ്മോൾ വീൽ വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു എ സപ്പോർട്ട്. One end of the rope is attached to a load. When the other end of the rope is pulled, the wheel moves and lifts the load. Thus, to bring the load up, force is applied downward. Work is made easier by reversing the direction of the force applied. പിന്നീട് എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഹോയിസ്റ്റിംഗ് എ ഫ്ലാഗ് ഓൺ എ ഫ്ലാഗ് പോൾ. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ പ്രോഗ്രാംസിനൊക്കെ നമ്മൾ, അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ എന്താണ് അവിടെയും നടക്കുന്നത്, എന്താണ്, ഈ ഒരു പുള്ളിയുടെ ഒരു മെത്തേഡ് തന്നെയാണ് അവിടെയും നടക്കുന്നത്. എന്താണ്, നമ്മൾ ഒരു എൻഡ് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു, നമ്മുടെ ഫ്ലാഗ് പോളിൽ നിന്ന് നമുക്ക് ഫ്ലാഗ് ഈസി ആയിട്ട് റേസ് ചെയ്യാനും ഡൗൺ ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, ദ റോപ്പ് ഓഫ് ഓർ എ കേബിൾ റാപ്സ് അറൗണ്ട് എ വീൽ അറ്റ് ദ ടോപ്പ് ഓഫ് ദ പോൾ മേക്കിംഗ് ദ ഫ്ലാഗ് റേസിംഗ് ആൻഡ് ദ ലോവറിംഗ് ഈസിയർ. ഓക്കെ, അപ്പോൾ എന്താണ് പുള്ളി എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ ഈ ഒരു കപ്പിയുടെയും കയറിൻ്റെയും ആ ഒരു ഫങ്ഷൻ നമ്മളൊന്ന് മൈൻഡിൽ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അതിൻ്റെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതിന് എന്തൊക്കെ വേണം, ഒരു വീലും വേണം, ഒരു റോപ്പും വേണം, പിന്നീട് എന്താണ്, അതിനകത്ത് കണക്ട് ചെയ്യാനായിട്ടൊരു ഒരു ബക്കറ്റും വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സിമ്പിൾ മെഷീൻ ഈസ് എന്താണ്, ഇൻക്ലൈൻഡ് പ്ലെയിൻ. സെക്കൻഡ് വൺ ഈസ് സ്ക്രൂ. തേർഡ് വൺ ഈസ് വെഡ്ജ് ആൻഡ് ഫോർത്ത് വൺ ഈസ് എ പുള്ളി. ഓക്കെ, നെക്സ്റ്റ് വീൽ ആൻഡ് ആക്സൽ. എന്താണ് വീൽ ആൻഡ് ആക്സൽ എന്ന് പറഞ്ഞാൽ, വെൻ യു പെഡൽ എ ബൈസൈക്കിൾ ദ വീൽസ് റൊട്ടേറ്റ് ആൻഡ് ദ ബൈസൈക്കിൾ മൂവ്. അപ്പം നമുക്ക് സൈക്കിളിൻ്റെ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് നോക്കാം. അതിൻ്റെ എന്താണ്, പെഡൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, സൈക്കിളിൻ്റെ പെഡലിൽ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, കറക്കുമ്പോഴത്തേക്ക് എന്താണ്, അതിൻ്റെ വീലിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലേ. ഇനി വീൽ ആൻഡ് ആക്സിൽ, എ ലാർജ് വീൽ ഈസ് അറ്റാച്ച് ടു എ സ്മോൾ റോഡ് ഓർ ആക്സിൽ. എന്താണ്, ആ പെഡലും അതിൻ്റെ വീലുമായിട്ട് എന്താണ്, അറ്റാച്ച്മെൻ്റ് ആണ്. അങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് ദ വീൽ ആൻഡ് ആക്സിൽ. ബോത്ത് ദീസ് പാർട്സ് മൂവ് ടുഗദർ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, വീൽ ആൻഡ് ആക്സിലിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്, വീൽ ആൻഡ് ആക്സിൽ. എക്സാമ്പിൾ, റോളർ സ്കേറ്റ്സ്. എന്താണ്, റോളർ സ്കേറ്റ്സ്. ദെൻ ബൈസൈക്കിൾ. roller skates and bicycles are the examples of wheel and axle. Okay, അപ്പം ഇതിൽ ഓരോന്നും എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് സിമ്പിൾ മെഷീനാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ റോളർ സ്കേറ്റ്സ് ഏതിൻ്റെ എക്സാമ്പിളാണ്, വീൽ ആൻഡ് ആക്സലാണ് അല്ലേ. ബൈസൈക്കിൾ എന്താണ്, വീൽ ആൻഡ് ആക്സലിന് എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ
we use blades and knives. For which example is this? വെഡ്ജ് എക്സാമ്പിൾ ആണ്. ഓക്കെ, വീൽ ആൻഡ് ആക്സിൽ മനസ്സിലായല്ലോ. റോളർ സ്കേറ്റ്സും ബൈസൈക്കിളും നമ്മളൊന്ന് മൈൻഡിൽ കൊണ്ടുവരിക. അപ്പോൾ ആ പെഡൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ആ വീലുമായിട്ട് കണക്റ്റ് ആയിട്ട് പെഡൽ ഇങ്ങനെ കറങ്ങുന്നു അല്ലേ, വീലും ഓൾറെഡി കറങ്ങുന്നു. വീൽ ആൻഡ് ആക്സിൽസ് ആർ ഫൗണ്ട് ഇൻ റോളർ സ്കേറ്റ്, സ്റ്റിയറിംഗ് വീൽ ഓഫ് എ കാർ ആൻഡ് ദ വീൽ ഓഫ് എ ബൈസൈക്കിൾ. ഓക്കെ, ലാസ്റ്റ് ടൈപ്പ് ഓഫ് സിമ്പിൾ മെഷീൻ ഇസ് ലിവർ. In the picture, one child is able to make the other go up easily on the seesaw because the wooden plank on the seesaw acts like a lever. അപ്പം നമുക്ക് ഒരു സീസോയെ എല്ലാവരും ഒന്ന് മൈൻഡിലോട്ട് കൊണ്ടുവരണം. അപ്പം ഹിയർ ഈസ് ദ പിക്ചർ ഓഫ് എ സീസോ. അതിലെന്താണ് അതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ എന്ത് വിളിക്കുന്നു, ഫൽക്രം എന്ന് വിളിക്കുന്നു. എന്താണ് ഫൽക്രം? എന്താണ്? This is the picture of a ഇതൊരു ലോഡാണ്. ഇതൊരു ലോഡാണ്. ഈ മിഡിൽ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫൽക്രം എന്ന് വിളിക്കുന്നത്. ഇതൊരു സ്ക്രൂ പോലെ ആക്ട് ചെയ്യുന്നു. എവിടെയാണ്? ഈ സീസോയുടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഫൽക്രം? ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് എ lever. One child is able to make the other go up easily on the seesaw because the wooden plank on the seesaw. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾ പൊങ്ങുമ്പോൾ മറ്റേയാൾക്ക് താരാം, മറ്റേയാൾ പൊങ്ങുമ്പോൾ രണ്ടാൾക്ക് താരാം. പക്ഷെ ഒരാൾക്ക് ഒറ്റയ്ക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. എ ലിവർ ഈസ് യൂസ് ടു ലിഫ്റ്റ് ഒബ്ജക്റ്റ് വിത്ത് ലെസ് എഫേർട്ട്. എ ബോട്ടിൽ ഓപ്പണർ ദാറ്റ് ഹെൽപ്സ് us ഓപ്പൺ ദ ലിഡ്സ് ഓഫ് ബോട്ടിൽസ് ആൻഡ് ക്യാൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ലിവർ. അപ്പോൾ എന്താണ്, നമുക്ക് ബോട്ടിലൊന്ന് ഓപ്പൺ ചെയ്യണം. നമുക്കറിയാം ചില ബോട്ടിൽസ് ഒന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ ഒരു അതിൻ്റേതായ ഒരു സ്ക്രൂ, ഒരു ലിവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ബോട്ടിലോ ആ ക്യാനോ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. എ ലിവർ ഹാസ് 3 parts: ലോഡ്, ഫൽക്രം ആൻഡ് ഫോഴ്സ് ഓർ എഫേർട്ട്. The plank or rod rests on a point situated at the center of the seesaw, which is known as the fulcrum. When a force or effort is applied at one end of the rod, bar or plank, the heavier part or load at the other end goes up. A pair of scissors is another example of a lever. നമ്മൾ സിസറും നമുക്ക് എന്താണ് അതിൻ്റെ മിഡിൽ പോയിന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സിസർ ഈസ് ഓൾസോ എക്സാമ്പിൾ ഓഫ് എ ലിവർ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സിമ്പിൾ മെഷീൻസാണ് നമ്മൾ പഠിച്ചത്. ഇൻക്ലൈൻഡ് പ്ലെയിൻ നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? എ റാമ്പ് ആൻഡ് എ സ്ലൈഡ്. ഇൻക്ലൈൻഡ് പ്ലെയിൻ എക്സാമ്പിളാണ് റാമ്പ് ആൻഡ് സ്ലൈഡ്. ദെൻ സ്ക്രൂ നമുക്കറിയാം, സ്ക്രൂ നമ്മൾ എന്ത് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, ഹാങ് ചെയ്യാനായിട്ട് അല്ലേ. പിന്നീട് വെഡ്ജ്, ഫോർ എക്സാമ്പിൾ ബ്ലേഡ്, നൈഫ് ആൻഡ് ആക്സ്. These are the examples of a wedge. Then പുള്ളി മീനോ, പുള്ളിയുടെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫ്ലാഗ് പോളിൽ ഫ്ലാഗ് റേസ് ചെയ്യുന്നത് അല്ലേ. വീൽ ആൻഡ് ആക്സൽ, ഫോർ എക്സാമ്പിൾ റോളർ സ്കേറ്റ്സ്, ബൈസൈക്കിൾ. ദെൻ ലിവർ എക്സാമ്പിൾ ഈസ് സ്ലൈഡ് ആൻഡ് സിസർ ഈസ് ഓൾസോ എക്സാമ്പിൾ ഓഫ് എ ലിവർ. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കണം. ഇൻഷാല്ലാ I will send the notes in your WhatsApp. We can meet in the next class. Assalamu alaikum wa rahmatullahi wa barakatuh.